ഏകനായി തീർന്നതിൽ ദുഃഖമീയൂഴി ഏറെ സഹിച്ച എൻ ദിവ്യനാഥ. ഏറുന്ന ദുഃഖത്തിൽ പതറാതെ ഞാനെന്നും എല്ലാം ക്ഷമിക്കുവാൻ കൃപയരുൾക. ഏകനായി തീർന്നതിൽ ദുഃഖമീയൂഴിയിൽ ഏറെ സഹിച്ച എൻ ദിവ്യനാഥ. ചങ്കുപകുത്തും ഞാൻ സ്നേഹം പകർന്നവർ വഞ്ചിച്ചുവല്ലോ എന്നെയെന്നും. ചങ്കുപകുത്തും ഞാൻ സ്നേഹം പകർന്നവർ വഞ്ചിച്ചുവല്ലോ എന്നെയെന്നും. ആശ്വാസമേകുവാനെത്തുമെന്നാശിച്ചോ ആകുലനെന്നെ തള്ളി പറഞ്ഞു. ആശ്വാസമേകുവാനെത്തുമെന്നാശിച്ചോ ആകുലനെന്നെ തള്ളി പറഞ്ഞു. ഏകനായി തീർന്നതിൽ ദുഃഖമീയൂഴി ഏറെ സഹിച്ച എൻ ദിവ്യനാഥ. ആർക്കായി ഞാനേറെ നൊമ്പരമേറ്റുവോ അവരെന്നെ കൈവിട്ടുവല്ലോ. ആർക്കായി ഞാനേറെ നൊമ്പരമേറ്റുവോ അവരെന്നെ കൈവിട്ടുവല്ലോ. ആർക്കായൻ ജന്മം മുഴുവൻ പകുത്തുവോ അവർ പോലും എന്നെ കൈവെടിഞ്ഞു. ആർക്കായൻ ജന്മം മുഴുവൻ പകുത്തുവോ അവർ പോലും എന്നെ കൈവെടിഞ്ഞു. ഏകനായി തീർന്നതിൻ ദുഃഖമീയൂഴി ഏറെ സഹിച്ച എൻ ദിവ്യനാഥ. ഏറുന്ന ദുഃഖത്തിൽ പതറാതെ ഞാനെന്നും എല്ലാം ക്ഷമിക്കുവാൻ കൃപയരുൾക. ഏകനായി തീർന്നതിൻ ദുഃഖമീയൂഴി ഏറെ സഹിച്ച എൻ ദിവ്യനാഥ. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ, നിന്റെ സമയം അറിയില്ലല്ലോ.
ഉണർന്നിരിക്കൂ നിത്യവും നീ മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. ഭൂതലമൊരു സത്രം മാത്രം സ്വർലോകമല്ലോ നിത്യഗേഹം. ഈ ഭൂതലമൊരു സത്രം മാത്രം സ്വർലോകമല്ലോ നിത്യഗേഹം. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണമീ മണ്ണിലെ അന്ത്യനിദ്ര വിണ്ണിലുണർന്നീടും പുണ്യനിദ്ര. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര. ഈ ജീവിതമൊരു തീർത്ഥയാത്ര നിത്യത തേടും പുണ്യയാത്ര. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം. ആത്മാവിൽ ദൈവീക മുദ്ര വേണം. നിത്യജീവൻ നേടാൻ ദിവ്യമുദ്ര വേണം. ആത്മാവിൽ ദൈവീക മുദ്ര വേണം. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. മരണത്തിൻ മണിനാദം മണ്ണിലെന്നും മുഴങ്ങിയിടുന്നു. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. നിന്റെ സമയം അറിയില്ലല്ലോ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ഉണർന്നിരിക്കൂ നിത്യവും നീ. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ഓർത്താലോ ലോക ജീവിതം ഒരു
സത്രമല്ലയോ പാർക്കുവാൻ. ഓർത്താലോ ലോക ജീവിതം ഒരു സത്രമല്ലയോ പാർക്കുവാൻ. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. നേരമാകുമ്പോൾ സ്വന്ത വീടതിൽ ചേരുവാൻ നമ്മൾ പോകണം. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. അല്പകാലമീ യാത്രക്കാർ നമ്മൾ പാരിൻ വീതിയിൽ ഒന്നിച്ചു. തമ്മിൽ തമ്മിൽ നാം സ്നേഹിച്ചു. സുഖദുഃഖമേതുമേ പങ്കിട്ടു. എപ്പോൾ ദൈവം വിളിച്ചാലും അങ്ങ് പോകയെന്നതല്ലേ ചിതം. ഉണർവോ നിദ്രയോ ജോലിയെന്നല്ല, എപ്പോഴായാലും പോകണം. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഏതൊരാപത്തു വന്നാലും ഓടിയെത്തുന്ന പ്രിയ സ്നേഹിതരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. ഒറ്റപ്പെട്ടൊരു നേരത്തും വിട്ടു പോകാതെ കൂടെ നിന്നവരേ. വീട്ടുവാനെനിക്കാകുമോ ആത്മഭാവമാം കടപ്പാടുകൾ. നിങ്ങളൻ ശവമഞ്ചം പേറുക, എന്നെ ദൈവത്തിനേകുക. എൻ്റെ ജീവന്റെ ജീവനാകുന്ന മക്കളെ പോയിടട്ടെ ഞാൻ. എൻ്റെ പ്രാണന്റെ ഭാഗമായി തീർന്ന എൻ സഖിക്കുമെൻ വന്ദനം. വിടരും മുൻപങ്ങ് വാടും പൂമൊട്ട് പോലവേ ഞാനും പോകുന്നു. യൗവനത്തിൽ ഞാൻ പോകുന്നതോർത്തു നൊന്തു നീറേണ്ടൻ പ്രിയരേ. സ്വർഗസിയോനിൽ ഞാനിനിയൊരു സുന്ദര സൂനമാകട്ടെ. സ്വർഗതാതന്റെ നീതി ഭൂവിലെ വാസകാലം അഗ്രാഹ്യമാ. പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ. പ്രായമേറിയ കാലത്ത് വീട്ടിൽ സ്ഥാനമില്ലാതായി തീർന്നപ്പോൾ. പൊന്നുമക്കളെ നിങ്ങൾക്കായി ഞാൻ
നൊന്ത കാലമങ്ങോർമിച്ചു. പൊന്നു മക്കളെ നിങ്ങൾക്കായി ഞാൻ നൊന്ത കാലമങ്ങോർമിച്ചു. മക്കൾ പോലും മറന്നല്ലോ എന്ന് ഓർത്തു കണ്ണു തുളുമ്പിപ്പോ. സാരമില്ലെൻ്റെ മക്കളെ നിങ്ങൾ ഒന്നു ഓർത്തിനി കേളേണ്ട. ജ്ഞാനമേകി വളർത്തിയ ഗുരു ഭൂതരെ വിട ചൊല്ലുന്നു. നല്ല മാതൃകയാലെ നൽകിയ ബോധനം മറക്കില്ല ഞാൻ. എൻ്റെ ഭാഗത്തുനിന്നെപ്പോഴെങ്കിലും നിമ്മ വന്നെങ്കിൽ പൊറുക്കണേ. പൂക്കളേന്തിയൻ അന്ത്യയാത്രയിൽ നിങ്ങളും വന്നു കൂടണേ. വിടചൊല്ലുന്നെൻ്റെ വീടിനോടുമെൻ നല്ലൊരാമയൽക്കാരോടും എന്നെ നന്നായറിഞ്ഞു സ്നേഹിച്ച എല്ലാവർക്കുമെൻ വന്ദനം. എന്നെയോർത്തിനി കേഴല്ലേ മേലിൽ താണുമങ്ങല്ലേ പ്രത്യാശ. ഓർത്തുകൊള്ളുക നിങ്ങളും നാളെ കൂടെ പോരേണ്ടോരാണെന്ന്. പുനരുത്ഥാനവും ജീവനുമാം നാഥൻ എന്നെ തേടി വരുന്നിതാ. രക്ഷിക്കപ്പെട്ടോർക്കുള്ള പൊന്മൂടി കർത്തൻ നീട്ടുന്നെന്നേർക്കായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. ലോകമേ എൻ്റെ ഗേഹമേ ഞാൻ യാത്രയാകട്ടെ ശാന്തമായി. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരേ അരുതേയെന്ന്. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ. തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ. നേരമാകുമ്പോൾ നിങ്ങളും വരണം, താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. നേരമാകുമ്പോൾ നിങ്ങൾ
നിങ്ങളും വരണം. താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം. താരാട്ടുപാടുമെൻ കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു മീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തല ചായ്ച്ചിടും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി. നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. സഹോദരന്മാരെ, ഇന്ന് കോട്ടയം അതിരൂപതയിൽ ഏതാണ്ട് 7ഓളം മൃതസംസ്കാര ശുശ്രൂഷ നടക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം നമ്മുടെ ഇടവക കൂട്ടായ്മയിൽ നിന്ന് ബഹുമാനപ്പെട്ട അബ്രാഹം ചേട്ടൻ, അല്ലെങ്കിൽ അവറാൻ ചേട്ടൻ, അവറാപ്പാൻ എന്നൊക്കെ വിളിക്കുന്ന 81 വയസ്സ്, 81 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവസന്നിധിയിലേക്ക് യാത്രയാവുന്ന ഇദ്ദേഹത്തിൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ദൈവം ഒരുക്കിയ വാസസ്ഥലത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ ദൈവം സ്വീകരിക്കട്ടെ എന്ന നല്ല ആശംസയോടുകൂടി ഈ പ്രാർത്ഥനാ ശുശ്രൂഷകളിൽ നമുക്ക് പങ്കുചേരാം. അനുദപിക്കുന്ന പാപികളിൽ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പതിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി. സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിന് ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ.
അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ തൃത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ ഇരിക്കുന്നതിന്റെ സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. പാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. മനുഷ്യജീവിതം പുൽക്കൊടി തുല്യമാകുന്നു. മരിച്ചവരെ ഇരിക്കുന്നതിന് നിന്റെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിരുന്നാഥത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനങ്ങളെ ഉദ്ധാനം വഴി നവീകരിക്കുന്നതിനുമായ കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതമാകുന്നു. മരിച്ചവരെ സ്തുതി. എൻ്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എൻ്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീലാതെ ആരംഭിക്ക ആശ്രയം. എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും. ആമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതമാകുന്നു. മരിച്ചവരെ നിന്റെ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്തെ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, നീ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിൻ്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിൻ്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൻ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ എന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോരു ക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതൽ എന്നേക്കും. ആമേൻ. മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം ഭാഗേ നൽകണമേ നിത്യായുസ്സിൻ
പരമോന്നതമാം പരിവേഷം. എൻ്റെ സഹോദരൻ വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-13-18 വാക്യങ്ങൾ. എൻ്റെ സഹോദരൻ, മരിച്ചവരെക്കുറിച്ച് പ്രത്യാശയില്ലാത്തതിനെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെ അവനോട് കൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവർക്ക് മുമ്പും കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിൻ്റെ എതിരേൽപ്പിനായി അവരുടെ കൂടെ മേഘങ്ങൾ എടുക്കപ്പെടും എന്ന് നാം കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും. കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് ജീവനുണ്ട്. ഇന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അൻവിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്നും ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവൻ്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവൻ്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവൻ്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. ഏറ്റവും ബഹുമാനപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അവറാൻ ചേട്ടൻ്റെ പ്രിയപ്പെട്ട ഭാര്യ അന്നമ്മച്ചെടുത്തി ഈ ദാമ്പത്യത്തിലൂടെ ദൈവം അനുഗ്രഹമായി നൽകിയ പ്രിയപ്പെട്ട ആൻസി, ജോൺസൺ തോമസ് ജോസഫ്, പ്രിയ കൊച്ചുമക്കളെ, ഔറാപ്പാൻ്റെ സഹോദര മക്കൾ, ഇതര കുടുംബാംഗങ്ങൾ, ബന്ധുജനങ്ങൾ, നിങ്ങൾക്കെല്ലാവർക്കും സഭയുടെയും കോതനല്ലൂർ സെയിൻറ്റ് മേരീസ് ജ്ഞാനായ കത്തോലിക്ക പള്ളി ഇടവകയുടെയും പേരിലുള്ള അനുശോചനവും പ്രാർത്ഥനയും നിങ്ങളെ അറിയിക്കുകയാണ്. പണ്ട് നമ്മൾ പാടിക്കേട്ട മരണവുമായി ബന്ധപ്പെട്ട ഒരു പാട്ടിൻ്റെ ഈരടികൾ ഇപ്രകാരമാണ്: സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു, എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു എന്നുള്ള പാട്ടാണത്. ഏതാണ്ട് പ്രായപൂർത്തി ആയപ്പോൾ കുറുമള്ളൂർ ഇടവകയിൽ നിന്ന്, പൂത്തറ കുടുംബത്തിൽ നിന്ന് ജീവിത സഖിയാക്കിയ അന്നമ്മച്ചെടുത്തിയെ ഉപേക്ഷിച്ചും ദൈവം നൽകിയ മക്കളെ 4 പേരെയും ഇവിടെ ജീവിക്കാനായി വിട്ടിട്ടും ദൈവത്തിൻ്റെ പക്കലേക്ക് തനിയെ യാത്രയാവുന്ന അവറാപ്പാൻ്റെ ദേഹവിയോഗത്തിലാണ് നമ്മളെല്ലാവരും. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ശുശ്രൂഷയിലാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ എത്രയോ വർഷങ്ങൾ ജീവിച്ച ഇവിടെ അവശേഷിക്കുന്ന ആരും കൂടെ പോകുന്നില്ല. വളരെ അപൂർവമായി മാത്രമേ ഭാര്യ ഭർത്താക്കന്മാരോ കുടുംബാംഗങ്ങളോ ഒന്നിച്ച് ദൈവസന്നിധിയിലേക്കുള്ള യാത്ര പറഞ്ഞു പോകുന്നുള്ളൂ. അല്ലാത്തവരെല്ലാവരും ഒറ്റയാളായി തനിയെ
ദൈവത്തിൻ്റെ വിളി സ്വീകരിച്ച് ഈ ലോകം വിട്ട് പോകുന്നവരാണ്. അതുകൊണ്ടാണ് മേരി ജോൺ തോട്ടം എന്ന മലയാളത്തിലെ സന്യാസിനിയായ കവയിത്രി പാടിയത് പ്രസിദ്ധനായ ഹോമറും സമർത്ഥനായ സീസറും കാലയവനികയ്ക്കുള്ളിൽ അണഞ്ഞുപോയി, പിന്നെ നമുക്ക് എന്ത് ശങ്ക എന്ന് ചോദിക്കുന്നുണ്ട്. ഭാരതത്തിലെ കിടപിടിക്കാവുന്ന ഭരണകർത്താക്കളും കേരളത്തിലെ പ്രഗത്ഭരായ രാഷ്ട്രീയ നേതാക്കളും പൊതുസമൂഹത്തിലെ ഏറ്റവും മിടുക്കന്മാരായ ആളുകളുമെല്ലാം അവർ അപ്പനെ പോലെ ഒരു ശവപ്പെട്ടിയിൽ, വെള്ളത്തുണിയിൽ, വെള്ള ഷർട്ടിൽ, അലങ്കൃതമായ രീതിയിൽ ഈ ലോകത്ത് നിന്ന് വിട്ടുപോകേണ്ടവരാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റമുണ്ടാകണം എന്ന് ആത്മീയ ഗുരുക്കന്മാർ പറയും. ഇന്നലെ ഇവിടെ രാത്രിയിൽ പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിൽ വന്ന ഒരു ദൈവവചനം, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാതെ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. നമ്മളെല്ലാവരും ഇവിടം വിട്ടുപോകേണ്ടവരാണ് എന്ന ഓർമ്മകൾ നമ്മളിലുണ്ടായിരിക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ള, നമ്മുടെ കൂടെ താമസിക്കുന്ന, നമ്മുടെ കൂടെയുള്ള, നമ്മൾ യാത്രയിലുമല്ലാതെയും കണ്ട് പരിചയിക്കുന്ന ആളുകളെ സ്നേഹിക്കുമ്പോഴാണ് ഈ സമൂഹത്തിൽ അവശത അനുഭവിച്ചും അവഗണനയുടെ പാഴ്വാക്കുകൾ കേട്ടും മാനസികമായി തകർന്നും മറ്റുള്ളവരാൽ ആക്ഷേപിക്കപ്പെട്ടും വിമർശനങ്ങളിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി സ്നേഹം കൊടുക്കുവാൻ, അവർക്ക് ആവശ്യമായിട്ടുള്ള ജീവിതത്തിൻ്റെ ആശ്വാസം പകുത്തു കൊടുക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുവാൻ കഴിയും. അങ്ങനെയുള്ളവരുടേതാണ് സ്വർഗരാജ്യം. ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യേണ്ട കൊച്ചു കൊച്ചു കാര്യങ്ങളിലൂടെ മനുഷ്യർക്ക് നന്മ ചെയ്യുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ അത് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ്. മഹത്തായ കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി വീടിനോട് ബന്ധപ്പെട്ട ചെറിയ കാര്യങ്ങൾ ചെയ്ത് കുടുംബത്തെ വളർത്തിയെടുക്കുക പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അവറാപ്പനെക്കുറിച്ച് നാട്ടുകാർക്കിടയിലുള്ള അഭിപ്രായം മികച്ച കർഷകനായിരുന്നു എന്നുള്ളതാണ്. സ്വന്തം സ്ഥലത്തും പാട്ടത്തിന് സ്ഥലമെടുത്തും കൃഷി ചെയ്യുക, പച്ചക്കൃഷികൾ ചെയ്യുക, അത് മറ്റുള്ളവരുമായി ഒരുപക്ഷെ പങ്കുവയ്ക്കുക, അതിലൂടെ സാമ്പത്തികമായി തൻ്റെ കുടുംബത്തെ അടിത്തറയിട്ട് വളർത്തുവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ബൈബിളിൽ നല്ല കൃഷിക്കാരൻ്റെ ഉപമ പറയുന്നുണ്ട്. നല്ല കൃഷിക്കാരൻ വിത്തുകൾ വാരിയെറിയുന്നത് പല സ്ഥലങ്ങളിലേക്കാണ്, പലയിടങ്ങളിലേക്കാണ്. വഴിയരികിൽ അത് പെട്ടെന്ന് കിളികൾ വന്ന് കൊത്തിപ്പറിച്ച് തിന്നുന്നു എന്നാണ് പറയപ്പെടുന്നത്.
രണ്ടാമത് മണ്ണിനധികം ആഴമില്ലാത്ത പാറപ്പുറത്താണ്. മണ്ണിന് ആഴമില്ലാത്തത് കൊണ്ട് അത് പെട്ടെന്ന് വളർന്നു വരുന്നു. പക്ഷേ തീക്ഷ്ണമായ വെയിലേൽക്കുമ്പോൾ അത് വാടിപ്പോകുന്നു പെട്ടെന്ന്. ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീഴുന്നു. മുൾച്ചെടികൾക്കിടയിൽ അത് വളരുമ്പോൾ മുൾച്ചെടികൾ അതിനെ നഷ്ടപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയുന്നു, വരിഞ്ഞു മുറുക്കുന്നു. അവസാനമായി യേശു പറയുന്നു, നല്ല നിലത്ത് വീണ വിത്ത് 100 മേനി ഫലം പുറപ്പെടുവിക്കും. ഉഴുതുമറിച്ച് വളമിട്ട് ഭംഗിയായി ഒരുക്കിയ സ്ഥലത്ത് വിത്തെറിയുമ്പോൾ അത് 60 മേനിയും 30 മേനിയും 100 മേനിയും ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു എന്നാണ്. കൃഷിക്കാരൻ്റെ ഈ ഉപമ അവറാൻ ചേട്ടൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷെ അന്വർത്ഥമാകാം. തന്നെ ഏൽപ്പിച്ച കുടുംബത്തെ ഏതൊക്കെയോ രീതിയിൽ അദ്ദേഹം വളർത്തിയെടുത്തു. മക്കളെ 4 പേരെയും തരക്കേടില്ലാത്ത രീതിയിൽ അദ്ദേഹം കണ്ട് സായുജ്യമടഞ്ഞ് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുകയാണ്. ഒരു മനുഷ്യൻ്റെ ആത്മീയത അളക്കുന്നത് പൊതുസമൂഹമല്ല, അത് ദൈവമാണ്. പ്രാർത്ഥനാ ജീവിതവും കൂദാശകളുടെ ജീവിതവും ആത്മീയ ജീവിതവും വചനത്തിൻ്റെ ജീവിതവുമെല്ലാം അതിന് മാർക്കിടേണ്ടത് ഞാനോ നിങ്ങളോ അല്ല, അത് ദൈവം തന്നെയാണ്. കഴിഞ്ഞ വലിയ നോയമ്പിൽ കുമ്പസാരത്തിനായി ഇവിടെ വരുമ്പോൾ അദ്ദേഹം കിടപ്പിലായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിൽ, സംസാരങ്ങളിൽ ഒരു പരിവർത്തന മനുഷ്യൻ്റെ, ഒരനുതാപ മനുഷ്യൻ്റെ, പശ്ചാത്താപത്തിൻ്റെ മനുഷ്യൻ്റെ ശബ്ദവും വികാരവും ഒരുപക്ഷെ എനിക്ക് കാണുവാൻ കഴിഞ്ഞു വന്ന് പരിശുദ്ധ കുർബാന സ്വീകരിച്ചു. ഇന്നലെ അല്ലെങ്കിൽ മിനിങ്ങാന്ന് 4-ാം നാളൊക്കെയായി ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമായി ഈ ലോകത്ത് നിന്ന്. ഒരുപക്ഷെ ദൈവം അദ്ദേഹത്തിൻ്റെ നമുക്കെല്ലാവർക്കും സംഭവിക്കാറുള്ളത് പോലെ പാപത്തിൻ്റെ അലസതയുടെ ജീവിതത്തിൽ നിന്ന് വിടുതൽ നൽകി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം പറയുന്നത് പോലെ യേശു നമുക്കായി ഒരുക്കിയ വാസസ്ഥലങ്ങളിൽ ഒന്ന് ഇദ്ദേഹത്തിൻ്റെ ആത്മാവിന് വസിക്കുവാനുള്ളതാവാം. അങ്ങനെ ആയിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു രോഗിയാണ്. അന്നമ്മച്ചേടത്തിക്ക് പ്രത്യേകമായ പ്രാർത്ഥനയും ആശ്വാസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പഴയകാല മലയാള സമൂഹത്തിൽ ഇന്നും തുടരുന്ന ഒരു ചിന്തയുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞ് ആദ്യം മരിക്കേണ്ടത് ഭർത്താവാണ്. അമ്മയെ നോക്കുവാൻ അപ്പനേക്കാൾ കൂടുതൽ മക്കൾക്ക് താല്പര്യമുണ്ടാകാം. അമ്മയുടെ കഷ്ടപ്പാടുകളിലും വേദനകളിലും കൂടുതൽ ശ്രദ്ധ കൊടുക്കുവാൻ മക്കൾക്ക് സാധിക്കുന്നു എന്നുള്ളതൊരു പൊതുവികാരമാണ്. ആ ഒരർത്ഥത്തിൽ അവറാപ്പനപ്പാപ്പൻ്റെ ഈ മരണം അന്നമ്മ ചേടത്തിക്ക് ഒരാശ്വാസമാകും. മക്കൾ ഒരുപക്ഷെ നന്നായി നോക്കും ഈ അമ്മയെ. ദൈവം ഈ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങളുടെ ഉള്ളിലേക്ക് മരണം വരുമൊരു നാൾ. ഓർക്കുക, മർത്തിയ നീ
കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചെറിയ ചെറിയ നന്മകളിലൂടെ സത്പ്രവർത്തികളിലൂടെ ദൈവരാജ്യം സ്വന്തമാക്കുവാൻ ജീവിതത്തിൽ യേശു കാണിച്ച വഴി നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുടുംബാംഗങ്ങളെല്ലാവർക്കും വീണ്ടും അനുശോചനത്തിൻ്റെ പ്രാർത്ഥനകൾ നേർന്നുകൊണ്ടും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തിനും ഭക്തിനും കൂടെ നിന്ന് കർത്താവെ ഈ ആത്മാവിന് കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന് തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ഗാകുൽത്തായിൽ നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിൻ്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. തിരുവുത്ഥാനം വഴി മനുഷ്യവർക്കുന്ന പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, ബുദ്ധിദോഷത്തിൻ്റെ മഹത്വത്തിൻ്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. ദുഃഖത്തിരെ ആസ്വദിക്കാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായെ, കരയുന്നവരെ കണ്ണുനീര് തുടയ്ക്കുകയും അവരെ ആസ്വദിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കരുണാനിധിയും പാവങ്ങൾ പെറുക്കുന്നതിനുമായ മിശിഹായെ, നിന്റെ ദാസിന്റെ പാവങ്ങൾ പെറുക്കുകയും കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യുമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ തൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. കർത്താവേ, അനുഗ്രഹിക്കണമേ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, ആമേൻ. മരണം വരുമൊരു നാളോർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ, നീ എന്തിനു കരയുന്നു? വ്യാകുലമാനസന എന്തിനു നീറുന്നു? തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകരമരണത്തിൻ കാലടി കേൾപ്പൂ ഞാൻ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു. സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാൾ ഓർക്കുക മർത്യാ, നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭൃത്യർക്കും വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിക്കുമാറാകട്ടെ. രഥസംസ്കാര ശുശ്രൂഷയുടെ ആദ്യ ഭാഗം കഴിഞ്ഞു. പൊറാപ്പാൻ താമസിച്ചിരുന്ന ഭൂമിയിലെ ഈ വസതിയിൽ നിന്ന് ആത്മീയ ഭവനത്തിലേക്ക്, നമ്മുടെ ഇടവക ദൈവാലയത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം എടുക്കുകയാണ്. അത്യാവശ്യം കുടുംബാംഗങ്ങൾക്ക്
അടുത്ത ആളുകൾക്ക് ഭവനത്തിൽ അന്തിമ ചുംബനം നൽകുവാനുള്ള സമയമാണിപ്പോൾ. അതേസമയം ഈ കൂടാര യോഗത്തിലെ ഭാരവാഹികളും പള്ളിയിലേക്കുള്ള ക്രമീകരണങ്ങൾ ചെയ്യണത് ഇപ്രകാരമാണ്. ആംബുലൻസിൽ മൃതശരീരം കൊണ്ടുപോകും. വാഹനങ്ങൾ ആവശ്യത്തിനുണ്ട് എന്നാണ് അറിവ്. വന്നിരിക്കുന്ന വാഹനങ്ങളിൽ പള്ളിയിലേക്ക് പോകുന്ന വാഹനങ്ങളില്ലാത്തവരെയും കയറ്റി പോകാനായിട്ട് കൂടാരയോഗ ഭാരവാഹികളോ പാരീഷ് കൗൺസിലുകാരോ ഒക്കെ സഹകരിക്കുക എന്ന് പ്രത്യേകമായി ഞങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ വഴി സ്വല്പം മോശമാണ്. അതുകൊണ്ട് കൃത്യമായും സമയം കളയാതെ പന്തലിൻ്റെ പുറത്തേക്ക് നമുക്കിപ്പോൾ ഇറങ്ങാം. ഇവിടെ ചുംബനം നൽകാനുള്ളവർ മാത്രം ആയിരിക്കട്ടെ. ബാക്കിയുള്ളവർ റോഡിലേക്ക് ഇറങ്ങി വാഹനങ്ങൾ, ഒരുപാട് വാഹനങ്ങൾ പോകുന്ന വഴിയാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് വാഹനങ്ങളിൽ കയറി പള്ളിയിലേക്ക് യാത്രയാവാം. ദേവാലയത്തിൽ ചെന്നാൽ മഴക്കാലം അല്ലാതെ തന്നെ നിലവിലുള്ള പാരമ്പര്യം തുടരണം. ചെരുപ്പുകൾ പള്ളിക്കകത്ത് ഒരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. പുറത്തിട്ടതിന് ശേഷം പള്ളിയിലേക്ക് പോവുക. പള്ളിയിലെ പരിപാടികൾ കഴിഞ്ഞ് സെമിത്തേരിയിലേക്കുള്ള പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞ് മന്ത്ര ഉണ്ടാവും. നമുക്കെല്ലാവർക്കും ഒന്നിച്ചേർന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിടവാങ്ങുന്നേ നശ്വരമുലകിൽ വിടുതീനിക്കാൻ നൽകിയ വസതി പരിശുദ്ധന്മാർ പരമാനന്ദം നുകരുമിടത്തിൽ സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു
പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. അവരെ തോന്നിയപ്പോൾ ഞാൻ സന്തോഷിച്ചു. അണയുന്നീശോ മൃതരാമകിലർക്കും അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോ കല്ലറ പിളരും, മൃതരുടെ എഴുന്നേൽക്കും. ഞാൻ ദൈവത്തിലായിരിക്കും അഭയം കുരിശിൽ കണ്ടവനവസാനം, വിധിയുടെ നാളിൽ കൈവരുമാനന്ദം. നീതിമാന്മാർ കാലത്ത് പ്രകാശോദിച്ചു. മേഘത്തേരിൽ നാഥൻ എഴുന്നള്ളും, മൃതരെ വിളിക്കും, ജീവനവർക്കേകും. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് സ്തുതി. താതനുമേവം സുതനും റൂഹായ്ക്കും കീർത്തനമെന്നും ഞങ്ങൾ അയക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടി നമ്മുടെ സഹോദര പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് സൽകൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ച ഇയാളെ ദൈവനീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മനുഷ്യരെ ഉയർപ്പിക്കുകയും അവർക്ക് സ്വർഗ്ഗഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താൽ മാതാവായ മറിയത്തിന്റെ പ്രാർത്ഥനയാൽ മിശിഹായോടുകൂടെ ഇയാളെ വലതുഭാഗത്ത് നടത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ഇയാളുടെ പേരെഴുതുകയും തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. കർത്താവേ, വാത്സല്യപൂർവ്വങ്ങളെ സന്ദർശിക്കുകയും കാരുണ്യപൂർവ്വങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ. ഉദ്ധാന പ്രദേശങ്ങളിൽ മനുഷ്യരെ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നിന്റെ പൈതൃകമായ പരിപാലനയെ ഞങ്ങൾ ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളെ മരണവിധേയരാക്കി വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. ഉദ്ധാനത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ ഓർമ്മണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിങ്ങളോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശുദ്ധീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റു ഭൂതാശകളാൽ എന്റെ ആത്മാവിൽ കൃപാവരം ചൊരിയുകയും ചെയ്ത പ്രിയപ്പെട്ട ദൈവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാചകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോടും ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്ന് അകന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്ന് നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. സ്വർഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരനെ നമ്മെ സൃഷ്ടിക്കുകയും മരണധീരാക്കുകയും മരണശേഷം
വ്യഭിചാരിയാകുകയും വാഴ്ത്തപ്പെടുവാനാകട്ടെ. വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതവിളയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമോടെ വിലപിക്കരുതേ. രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. മാത്രം എൻ്റെ യാത്ര തീരുവാൻ നീതിമാന്മാരുടെ രാജ്യത്ത് പ്രവേശിപ്പിക്കണമേ. അയാൾക്ക് ശ്വാസം കൊടുക്കുകയും ചെയ്യണമേ. മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും അവനെ മരണവിധേയനാക്കുകയും ചെയ്യുന്ന ദൈവമേ, നിന്റെ വിശുദ്ധന്മാർ വിശ്രമം കൊള്ളുന്ന കബറിടം എത്ര മനോഹരമാകുന്നു. വിശുദ്ധ മാമോദീസായ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ ഹൈരത്താൽ വിശുദ്ധവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ട കബറിടം നീ പൗത്രീകരിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും ആദരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സ്വഭാവം നീനെ തളിക്കുക, ഞാൻ നിർമ്മലനാകും. ഈയാളെ ആശ്വസിപ്പിക്കണമേ. ഈ കപടം പൗത്രീകരിക്കണമേ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് അറിയിച്ചത് സകലത്തിലെയും നാഥനായ ദൈവം നിന്റെ ഉയർപ്പിന്റെ മുഖത്തോടുകൂടി അവസാന ദിവസം തന്നെ വലത് ഭാവം നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ കൂദാശകൾ അത്ര ദൈവത്തിന്റെ ന്യായസന്ധികൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും ആദരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും, മഹിമയുടെ അന്തിമവിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടെ നിറുത്തണമേ. നല്ലവരുത്തുവലം ആകെ ആകാശഭൂമിയിലേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷകരാന്തിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാ
സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് സ്തുതി. പാപപുത്രൻ റൂഹായി ഹൃദയമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. നിന്നെ വണങ്ങി മരിക്കുന്നു. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യശരീരങ്ങൾ കുത്താനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവരല്ലോ നീ. അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, മനുഷ്യരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് പുതിയ ആശ്വാസം കൊടുക്കുന്നതിനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, നാഥനണിഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും. മനുജനുഭാഗ്യം കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും. മനുജനുഭാഗ്യം വരിക നിനക്കായാതി മുതൽ ഞാൻ കരുതിയ രാജ്യം നേടുക നാഥന് നിന്നതു കേൾക്കും. മനുജനുഭാഗ്യം നാഥനണിഞ്ഞിടും അന്തിമനാളിൽ കാരുണ്യമിഴും വിധിയാൽ മാനവരാജ്യം നേടും. മനുജനുഭാഗ്യം. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ അർപ്പിക്കുന്നവരെ തിരുനാമത്തിന് സ്തുതി. ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. എന്റെ തെറ്റുകൾ തുടച്ചു മാറ്റണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ പാപങ്ങൾ ഞാൻ അറിയുന്നു, ഞാൻ ഇവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. നിനക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയി, നിന്റെ സന്നിധിയിൽ ഞാൻ തിന്മകൾ പ്രവർത്തിച്ചു. എന്റെ പാപങ്ങളിൽ നിന്നും മുഖം തിരിച്ചു കളയണമേ. എന്റെ കുറ്റങ്ങളെല്ലാം വിളിച്ചു മാറ്റുകയും ചെയ്യണമേ. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ ദൈവമേ, എന്റെ പാപങ്ങൾ കഴുകിക്കളയണമേ. മരിച്ചവരെ ഓർമ്മിക്കുന്നവരെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാതെ നമുക്ക് സമാധാനം. ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ ഓർക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. കുർബാന പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരാ, സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ ജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഓർസിലെ പ്രവേശിക്കുമാറാകട്ടെ. നമ്മിൽ വേർപെട്ടു പോയ മിശിഹായുടെ മൗലീശ്വരത്തിലെ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തെ സ്വീകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങൾ വസിക്കുകയും
അവിടുത്തെ കാരുടെ നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞങ്ങൾക്കെല്ലാവർക്കും ഈ കുടുംബത്തിന്റെ പേരിലുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. ഉടനെ തന്നെ വന്ന് ഭൗതിക ശരീരത്തെ ആദരവോടുകൂടി കണ്ടു വണങ്ങി എനിക്ക് കൈത്തൂരിയിട്ട് പ്രാർത്ഥിച്ച് മടങ്ങേണ്ട സമയമാണ്. അതിനുശേഷം ഭാഗ്യശൂരനുള്ള കാപ്പി ഉണ്ടാകും. അതൊക്കെ കഴിഞ്ഞ് 10 മിനിറ്റിനുള്ളിൽ പൊതുവായ മന്ത്രായി ഉണ്ടായിരിക്കുന്നതാണ്. ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ, ഇനി കാണില്ല പ്രിയരേ നമ്മളീ ലോകത്തിൽ. യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ, യാത്രയാകുന്നു ഞാൻ സ്വർഗരാജ്യത്തിൽ. ചേരാൻ പ്രിയരേ കാണാം അവിടെ, പിരിയാം ഇപ്പോൾ കാണാം അവിടെ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, ദൈവനാമ കീർത്തനം പാടാൻ. നീതിമാന്മാർ ആനന്ദിക്കും നാട്ടിൽ, ദൈവനാമ കീർത്തനം പാടാൻ. പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച് പോകുന്നു എൻ സ്വന്ത ബന്ധങ്ങളേതു പിന്നിൽ മനസാലുപേക്ഷിച്ച്. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ, പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ.
സ്നേഹിച്ചു. എൻ കുറവുകളേതുമേ സഹിച്ചു. എന്നെ നിങ്ങൾ ആഴമായി സ്നേഹിച്ചു. എൻ കുറവുകളേതുമേ സഹിച്ചു. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. ഞാൻ മൂലം നിങ്ങൾ നൊന്തതോർക്കുന്നു. പ്രിയരേ, ഇനി മാപ്പു നൽകണേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. പിന്നെയാവട്ടെ എന്നുള്ളിൽ കരുതി പുറമേ കാട്ടാതെ സ്നേഹം മൂടിവെച്ചു. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. നേരം പോയി ഇനിയൊന്നും നൽകുവാനാവില്ല. പകരം എരിവോടെ പ്രാർത്ഥിക്കാം. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. പ്രിയമോടെന്നെ ഓർക്കൂ പ്രിയരേ. രോഗിയായി ഞാൻ നൊന്ത നേരങ്ങൾ
ബന്ധുക്കളെ എല്ലാം ഞാനോർത്തു പ്രാർത്ഥിക്കും.